ഹായ് ഗൈസ്, യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ പോകാനാണ്. കോയമ്പത്തൂർ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേട്ടുപ്പാളയം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം ടോയ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ഇതിൽ അറിയിക്കാം. പിന്നെ ടോയ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്കേജ് ഡിസ്കവറി ഡെസ്റ്റിനേഷൻ്റെ ഒരു പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും ടൈം ഉണ്ടല്ലോ, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ബായിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ബായി നോക്കുന്ന സമയത്ത് ബായിക്ക് ക്യാമറ കണ്ടിട്ട് ഒരേ സന്തോഷം. ബായിൻ്റെ പ്രൈസ് വഹിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബായിനോട് സംസാരിച്ചിരുന്നപ്പം ആണ് നമ്മുടെ UTS ആപ്പിൻ്റെ പരസ്യം എത്തിച്ചത്. UTS ആപ്പ് എല്ലാവരും ഉപയോഗിക്കാം കേട്ടോ. UTS ആപ്പിനെ പറ്റി അറിയാത്തവർ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ചാർജേഴ്സ്, പിന്നെ അതുപോലെ ഇരിപ്പിടങ്ങളായാലും എല്ലാ കാര്യത്തിലും. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. തിരൂർ ടു കോയമ്പത്തൂരാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ നമ്പർ ഞാൻ ഏതായാലും താഴെ കൊടുത്തേക്കാം. ഇത് 10:35 ആണ് കോഴിക്കോട് നിന്ന് തിരൂരെത്തുന്നത്. ഇത് 3:30 മണിയോട് കൂടിയിട്ടാണ് കോയമ്പത്തൂർ എത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പെട്ടെന്ന് കോയമ്പത്തൂർ പോകാം. പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ പോകുന്നവർക്കറിയാം, ഈ ഒരു റൂട്ടിൻ്റെ വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമുക്ക് ഒരുപാട് മലനിരകളും നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന മലനിരകളുടെ ഒരു കാഴ്ചയാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുക. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏതായാലും യാത്ര തുറന്നു. നമ്മുടെ വണ്ടിയിൽ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. മലപ്പുറംകാരൻ തന്നെയാണ്. അവർ കൊടൈക്കനാൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഏതായാലും നമ്മുടെ വണ്ടി കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീം അവിടെ ഉണ്ട്. നമുക്ക് അവരെ പോയി കാണണം. അവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനാണ്. നമ്മുടെ ട്രെയിനിൽ വന്ന കുറച്ച് പേരുണ്ട്. പല ജില്ലകളിൽ വന്ന ആൾക്കാരായതുകൊണ്ട് പലരും പല ടൈമുകളിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും കോയമ്പത്തൂർ വെച്ചിട്ട് പിക്കപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടുമുട്ടി. എല്ലാവരും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ടൊക്കെ പരിചയപ്പെടാം. പിന്നെ കൂട്ടത്തിലെ ഏറ്റവും യങ്ങായിട്ടുള്ള ചേച്ചിയാണ് മുന്നിലുള്ളത്. പിന്നെ നമുക്ക് ഏതായാലും ഇനി എല്ലാവരും കൂട്ടിയിട്ട് അടുത്ത ട്രെയിൻ നമുക്ക് 3:45 സ്പെഷ്യൽ ട്രെയിനാണ്. മേട്ടുപ്പാളയത്തേക്കുള്ള ട്രെയിനുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലാറ്റ്ഫോം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിനി അടുത്തതായിട്ട് പോകാനുള്ള ട്രെയിൻ. ഇത് നമ്മൾ കോയമ്പത്തൂർ 4:30 മണിയാകുമ്പോഴേക്ക് മേട്ടുപ്പാളയം എത്തും. 06816 ട്രെയിൻ നമ്പർ വരുന്ന പോടന്നൂർ ജംഗ്ഷൻ ടു മേട്ടുപ്പാളയം സ്പെഷ്യൽ മെമു എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ കേട്ടോ. തിരക്കൊന്നുമില്ല. നമ്മുടെ ഈ ബോഗിയിൽ നമ്മുടെ ആൾക്കാരുള്ളതുകൊണ്ട് മാത്രം ഇത്ര തോന്നുന്നുള്ളൂ. ബാക്കിയുള്ള ഇതിലൊക്കെ തിരക്ക് കുറവാണ്. നമ്മുടെ എല്ലാ ആൾക്കാരും ഹാപ്പിയാണ്. ഏതായാലും ഈ ഒരു ട്രെയിൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു ആശ്വാസമാണ്. വെറും 10 രൂപ ടിക്കറ്റ് നിരക്കിൽ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് മേട്ടുപ്പാളയം എത്താൻ പറ്റും. പിന്നെ ഏതായാലും മേട്ടുപ്പാളയം എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ തന്നെ പഴയ ഡ്രൈവറായിട്ടുള്ളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ആൾ മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ്. ആളിപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മേട്ടുപ്പാളയം പോവാണ്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ മേട്ടുപ്പാളയം എത്തിയിട്ടുണ്ട്. സുഹൃത്ത് അജിത്ത് ഇവിടെ ഉണ്ടാവും, വെയിറ്റ് ചെയ്യുന്നു. അവനെ പോയി കാണണം. അവനിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? നമുക്ക് നാളെ പോകാനല്ലേ? നാളെ പോകാനുള്ളത് അവിടെ എവിടെയാണ്, തിരിച്ചു വരണമല്ലോ. വേണമെങ്കിൽ അവിടെ പോയിട്ട് വിശദമായിട്ട് കണ്ടുപോകാം. അപ്പോൾ അജിത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടോയ് ട്രെയിനൊക്കെ ഒന്ന് കണ്ടിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ച്. നാളെ ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന് പിന്നെ നേരെ വണ്ടിയിലേക്ക് കയറിയല്ലേ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിലോ ജസ്റ്റ് ടോയ് ട്രെയിൻ ഒന്ന് കാണണമെന്നുണ്ടെങ്കിലോ അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചൊരു ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, വന്നവർക്കറിയാം. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഏതായാലും റൂമിൽ പോയിട്ട് അവിടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് മാർക്കറ്റ് കാണാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂമിലെത്തി ഇനി ഒന്ന് പുറത്തിറങ്ങാം. ഹലോ ഗായ്സ്, നമ്മൾ മേട്ടുപ്പാളയം മാർക്കറ്റിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേട്ടുപ്പാളയം മാർക്കറ്റെല്ലാം കണ്ട് ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ ഒന്നും വരാനില്ല, നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളങ്ങനെ മേട്ടുപ്പാളയത്തെത്തി. നമ്മൾ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം എന്നിട്ടുള്ളത് നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെജ്, ഒരു പ്യൂർ വെജ് ഹോട്ടൽ കിട്ടും. അന്നപൂർണ്ണ ഹോട്ടൽ കിട്ടും ഇവിടെ.
മലയാളീസ് തന്നെയാണ് അതിൻ്റെ റൺ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇന്നലെ രാത്രി അവിടെ പോയി സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണം. കാരണം നമുക്കധികം ടൈമില്ലല്ലോ. 7:10 ആണ് ആ ഒരു ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നല്ല റഷ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ എല്ലാവർക്കും ഉള്ള ഫുഡ് നേരത്തെ തന്നെ പോയി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമല്ലോ. അപ്പോൾ അവരേതെല്ലാം പോയിട്ട് ഈ കാണുന്ന ഹോട്ടലാണ് അന്നപൂർണ ഹോട്ടൽ. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഫുഡെല്ലാം കഴിച്ച് നമ്മളെല്ലാവരും ഒരു 7 മണി ആയപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ 7:05 ആയപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പോയപ്പോഴേക്ക് ബുക്ക് ചെയ്ത സീറ്റിലൊക്കെ ബുക്ക് ചെയ്യാത്തവർ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഇറക്കാനുള്ള പണിയായി. അതൊക്കെ പിന്നെ കുഴപ്പമില്ല, നമ്മൾ കയ്യിൽ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഏതായാലും വണ്ടിയിൽ കയറി ഇരിക്കട്ടെ. അങ്ങനെ എല്ലാവരും സീറ്റൊക്കെ സെറ്റായിട്ടോ. ഏതായാലും ടി ടി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കാൻ പറ്റി. മറ്റേത് നമ്മുടെ സീറ്റുകളിൽ വേറെ പലരും റിസർവ് ചെയ്യാതെ വന്നവരൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീം എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ യാത്ര അങ്ങനെ ടോയ് ട്രെയിൻ യാത്ര ചാലുമായിട്ടുണ്ട് കേട്ടോ. ഇനി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് മുന്നോട്ടുള്ളത്. നമ്മളങ്ങനെ കല്ലാർ എന്ന് പറയുന്നുള്ള സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എത്തിയ പാടെ കുറച്ച് പട്ടികൾ വണ്ടിയുടെ പിന്നാലെ ഓടുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ഭക്ഷണം കൊടുക്കുന്നവർ ഈ വണ്ടിയിലെ യാത്രക്കാരാണ്, ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതുപോലെ ഓരോ സ്റ്റേഷനുകളിലും വണ്ടി നിർത്തും. അവിടെയൊക്കെ നമുക്കറിയാം ഇതൊരു സ്റ്റീം എഞ്ചിനാണ്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളത്തിൻ്റെ റീഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓരോ സ്റ്റേഷൻസിൽ നിന്നാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അതൊക്കെ ഒന്ന് കാണിച്ച് നമുക്കൊന്ന് ഓടിപ്പോയി കണ്ടുവരാം. ഏതായാലും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഊട്ടി ടോയ് ട്രെയിൻ അല്ലെങ്കിൽ നീൽഗിരി മൗണ്ടൻ റെയിൽവേൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. 1854 ഈ ഒരു ട്രെയിനിൻ്റെ ഇനീഷ്യൽ അതിൻ്റെ സ്റ്റെപ്സ് എടുക്കുന്നത്. 1899 ഇത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആയതും അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 48 കിലോമീറ്റർ ഏകദേശം 48 കിലോമീറ്റർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 4 to 5.5 hours വരെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ 330 മീറ്റർ സീ ലെവലിനെ അപേക്ഷിച്ച് 330 മീറ്റർ ഹൈറ്റിൽ നിന്നിട്ട് 2200 മീറ്റർ, അതായത് ഊട്ടിയിലേക്ക് എത്തുന്നത് വരെ 2200 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ളതിൽ വെച്ച് സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ആണ് നമ്മൾ ഈ ഒരു കാണുന്ന നമ്മുടെ മൗണ്ടൻ റെയിൽവേ, ഊട്ടി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത്. നമ്മുടെ യാത്രയിൽ നമുക്ക് ഏകദേശം 250 പാലങ്ങൾ കാണാൻ പറ്റും. അതിൽ 32 മേജർ പാലങ്ങളും അതുപോലെ തന്നെ റോഡ് ഓവർ ബ്രിഡ്ജസ് ആയിട്ട് ഒരു 15 പാലങ്ങൾ, ഏകദേശം 15 പാലങ്ങളാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ 16 ടണൽ, നമ്മളിപ്പം നേരത്തെ കണ്ട പോലത്തെ അടിപൊളി തുരങ്കങ്ങൾ 16 ഉണ്ട്. അതെല്ലാം നല്ല എക്സലൻറ്റ് കണ്ടീഷനിലാണ് എന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത്. ഏതായാലും നമുക്കും ആ യാത്രയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഫീൽ തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്നുകൂടെ ഒന്ന് സൈഡാക്കി നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിലാണ് ഇപ്രാവശ്യം സൈഡാക്കിയത്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, നല്ല രീതിയിലുള്ള ഈ കാഴ്ചകൾ ആസ്വദിച്ചെടുക്കുക എന്നുള്ളത് മാത്രം, നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. വണ്ടിയിൽ കയറി നമ്മുടെ ട്രെയിനിൽ കയറി ഇരുന്നാൽ മതി. പക്ഷെ നിങ്ങളൊരു 3 മാസം മുന്നെയെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ജനറൽ ക്ലാസ് ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ ഒരു 3:30 മണി അല്ലെങ്കിൽ 4 മണിയോട് കൂടി തന്നെ നിങ്ങൾ വരി നിൽക്കേണ്ടി വരും. നമ്മളെങ്ങോട്ടാ പോന്നേ?
അരുൺ എന്താണ് പറയാനുള്ളത്? കൃഷ്ണക്ക് എന്താ പറയാനുള്ളത് നോക്കാം. കൃഷ്ണ എന്തായിട്ട് പറഞ്ഞാല് എന്നാ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പാറകൾ എങ്ങനെയുണ്ട്? സുഖായിരിക്കണം. പാറകളൊക്കെ നല്ല ആ തലയൊക്കെ അകത്തൊക്കെ പറഞ്ഞേ. അതെ, നിങ്ങളെ വൈഫ് ഞങ്ങളോടാ ചോദിക്കുക. അത് കാണാൻ അങ്ങനെ പാട്ടൊക്കെ പാടിച്ചുള്ളത് നമ്മൾ ഹിൽ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ നമ്മൾ പാട്ട് പാടിയപ്പോൾ നമ്മുടെ ഹിന്ദി ഭായിമാർ കൂടി നമ്മളെ കൂടെ കൂടിയിട്ടോ. ഇതുപോലെ നമ്മൾ ഈ വെള്ളം നിറക്കുക എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ സ്റ്റേഷനിലും ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കും. മെയിൻ്റനൻസ് വർക്കിൽ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇത് ഇവിടെ നമുക്ക് മാതോളി നാരങ്ങയൊക്കെ മരത്തിൽ കാണാണ്ടായി. വേണ്ടവർക്കൊക്കെ പറിച്ചു കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണത് ഉള്ളത്. ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കിട്ടോ, മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ ഇത്. കൂരൂരെത്തുന്നതിന് മുന്നുള്ള സ്റ്റോപ്പിലാണ് വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു പ്രദേശത്ത്. നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു തോടും ഈ ഒരു ഭാഗത്തോട് ഒഴുകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കാഴ്ച നല്ലൊരു നമ്മൾ ഒരു ഫോട്ടോഗ്രാഫി പോയിൻ്റായിട്ട്, ഒരു ഫോട്ടോഷൂട്ട് പോയിൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ കൂനൂർ എത്തിയിട്ടുണ്ട്. കൂനൂരിൽ നിന്ന് നമുക്കിനി ഡീസൽ എഞ്ചിനിലാണ് നമ്മുടെ ഇനി യാത്ര. ഇത്രയും ദൂരം നമ്മൾ വന്നത് സ്റ്റീം എഞ്ചിൻ വെച്ചിട്ടുള്ള മൗണ്ടൻ റെയിൽവേ ആണെങ്കിൽ ഇനി ഇതിനെ നിയന്ത്രിക്കുന്നത് ഡീസൽ എഞ്ചിനായിരിക്കും. അപ്പം ആ ഒരു ഡീസൽ എഞ്ചിനുമായിട്ടുള്ള കണക്ട് ചെയ്യുന്നതും അതിൻ്റെ ചെയിൻ ബന്ധിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അത് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നെ കൂടെ സാധിച്ചില്ല. നമ്മുടെ ക്യാമറയിൽ ബാറ്ററി ഡെഡായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും കേട്ടോ. കാരണം അത് അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ലൈവായിട്ട് കാണാൻ പറ്റുന്നൊരു വെറൈറ്റി കാഴ്ച തന്നെയാണത്. കൂനൂർ മുതൽ നമുക്കിങ്ങോട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂനൂർ മുതൽ പിന്നെ ഒന്നുകൂടി തണുപ്പൊക്കെ കൂടി നമുക്ക് ആ ഒരു രണ്ട് വൈബും കിട്ടി. മഴയുള്ള വൈബും മഴയില്ലാത്ത വൈബും. ഇത് രണ്ടും ഒരു വെറൈറ്റി കാഴ്ചകളാണല്ലോ. അപ്പം ഇനി മുതൽ അങ്ങനത്തെ കാഴ്ചകളായിരിക്കും. മഴ വൈബായിരിക്കും ഇനി. ഏതായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് 7:20 കൂടി സ്റ്റാർട്ട് ചെയ്ത യാത്ര 12:10 ആയപ്പോഴേക്കും നമ്മൾ ഇപ്പം ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോവാണ്. നമ്മളിവിടെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഊട്ടിയിൽ 1-2 സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അതിനു മുമ്പ് നേരെ പോയി ഫുഡ് കഴിക്കണം. ഏതായാലും നമുക്ക് പോയിട്ട് വണ്ടി കയറാം. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് നേരെ വണ്ടി പോവാം. നമ്മളങ്ങനെ ട്രാവലറിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും സെറ്റാണ്. ഇനി നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ കാഴ്ചകളിലേക്ക് മടങ്ങാം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാണ്. ഊട്ടിയിൽ പ്രശസ്തമായിട്ടുള്ളൊരു ഏരിയ ആണല്ലോ ഇത്. ഇവിടെ പോയിട്ട് ടീയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും അതുമായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസും നമ്മളൊരു ചായ കുടിച്ച് ഇതിൻ്റെ ഒരു ഷോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇവിടെയാണ്. ഇങ്ങോട്ടാണ് അവർ തന്നെ പോയത്.
തേയില ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നീട് നമ്മുടെ യാത്ര കർണാടക ഗാർഡനിലേക്കാണ്. കർണാടക ഗാർഡൻ ഇപ്പം നമ്മൾ നോർമലി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്, ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ നമ്മൾ ഊട്ടി കർണാടക ഗാർഡനിലേക്കാണ് നമ്മൾ യാത്ര. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു മണിക്കൂർ സമയം കിട്ടും ഇവിടെ. ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലാണ്. ഇതിനെന്താ കർണാടക ഗാർഡൻ പേര് പറയാൻ കാരണം ആർക്കെല്ലാം അറിയും? പണ്ടിത് തമിഴ്നാടിന്റെ ആയിരുന്നു. സോറി, പണ്ടിത് കർണാടക. ഇത് സ്റ്റിൽ അണ്ടർ കർണാടക ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ഇവര് കൈയേറി അത് വാങ്ങിച്ചു. ഹായ് സിരി. നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഗാർഡനെ പറ്റി പറയുകയാണെങ്കിൽ പച്ചപ്പുള്ള ഹരിതാപയും പച്ചപ്പയും ഊഷ്മളതയും ഊഷ്മളതയും നിറഞ്ഞ ഒരു മനോഹരമായ ഗാർഡനാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ സസൂക്ഷ്മം ഉദ്യാനം നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങും നോക്കിയാലും നോക്കത്താ ദൂരത്തുള്ള മരങ്ങളും പൂക്കളും പുഷ്പങ്ങളും ഈ വാനോട് ഞാൻ പറയാൻ ശ്രമിക്കില്ല. നമ്മളിപ്പോൾ ആനകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആന എന്നൊക്കെ പറഞ്ഞ ഏതാ ആന? ഒരു 1.5-2 ഇത് ഫോൺ ഓട്ടം വെച്ചാ അതെ ഇതടിപൊളി. കർണാടക ഗാർഡൻ ഇപ്പോഴും ഒരുപാട് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ നല്ലൊരു ഗാർഡൻ പഴയ നമുക്ക് കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഉള്ള പോലെയാണ് ഇവിടുത്തെ പണികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നല്ലൊരു അടിപൊളി ഒരു തൂക്കുപാലമുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറി വെക്കാം. ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണാനുള്ളത്. അതും നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ കർണാടക ഗാർഡൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഒരു കാഴ്ചകളാണ് എന്ന് തന്നെ എടുത്തു പറയട്ടെ. കാരണം അത്രയും വിശാലമായിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗാർഡൻ സ്ഥിതി കൊള്ളുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് തോന്നുന്നു പറഞ്ഞാൽ പറയൂ. ഇങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ, അടിപൊളി. റീനേച്ചിനോട് ചോദിച്ചാൽ റീനേച്ചി കൂടുതലായിട്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മളെ കൂടെ വന്നോണ്ടല്ലേ തണുപ്പുണ്ട്. അർജുൻ പറ, ട്രിപ്പിനെ പറ്റി പറ. ട്രിപ്പ് നൈസായിരുന്നു, അടിപൊളിയാണ്. കോർഡിനേഷൻ ഒക്കെ ബെറ്റർ ആണ്. നല്ലതാണെന്ന് ഇംഗ്ലീഷ് അറിയാത്തതിനെ കൊണ്ടാട്ടോ. ബാക്കി ഇത് കഴിഞ്ഞിട്ട് പറയാം. പറഞ്ഞ അവൻ രാവിലെ ഞാൻ എത്തിയത് തുടങ്ങിയതാണ്. അടുത്തതെങ്കിലും അവൻ എന്നോട് അപമാനിക്കാൻ പറയുന്നു. അപമാനിക്കരുത് എന്ന് പറയണം. അത്രേ ഉള്ളൂ. നേരെ കേട്ട്
അടിപൊളി സൂപ്പർ. ഇതാ മുദ്ര. ഏതായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു യാത്രയ്ക്ക് ഇവിടെ ഞങ്ങൾ അവസാനം കുറിക്കുകയാണ്. പലയിടത്തു നിന്നും വന്ന് ഒരു ടീമായി ഒരു കുടുംബമായി മാറിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതുപോലുള്ള യാത്രകൾക്കും ഇതുപോലുള്ള വീഡിയോസിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ യാത്രകൾ വരാട്ടോ. പല മാസങ്ങളിലായിട്ടും പല ആഴ്ചകളിലായിട്ടും നമ്മുടെ യാത്രകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. പിന്നെ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. ഏതായാലും മനോഹരമായിട്ടൊരു യാത്രയായിരുന്നു. നമ്മൾ വൈകിട്ടോടു കൂടി എല്ലാവരും ബസ് സ്റ്റാൻഡിലെത്തുകയും പല നേരത്തിലുള്ള ബസ്സുകളിലായിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്തൊരു യാത്രാ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.